ഹലോ ഹായ് ഫ്രണ്ട്സ്, മീ ആൻഡ് ഫിലിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മമ്മൂക്ക ചക്കരയാണ്. ഐശ്വര്യലക്ഷ്മി ക്രിസ്റ്റഫറിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു വാചകമാണ്. മമ്മൂട്ടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ മമ്മൂക്ക ചക്കരയാണെന്ന് പറഞ്ഞു. അതിന് മമ്മൂട്ടി കൊടുത്ത മറുപടി, ആരെങ്കിലും ചക്കര എന്നൊക്കെ വിളിക്കൂ? ചക്കര എന്ന് പറഞ്ഞാൽ കരിപ്പട്ടിയാണ്. ആരെങ്കിലും ഒരാളെ നോക്കി കരിപ്പെട്ടി എന്ന് വിളിക്കുമോ? തന്നെ ഞാൻ കരിപ്പെട്ടി എന്ന് വിളിക്കുക ഇഷ്ടപ്പെടൂ? ജസ്റ്റ് ജോക്കിങ്. താങ്ക് യു എന്ന് പറഞ്ഞ് ചിരിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് ഇതുപോലെ തന്നെ വേറൊരു തമാശ പറഞ്ഞിരുന്നു. തലയിൽ മുടിയില്ല എന്നുള്ളൂ, നിറച്ച് ബുദ്ധിയാണ്. അതിന് അദ്ദേഹം മമ്മൂട്ടി വന്നിട്ട് മാപ്പൊക്കും പറഞ്ഞു. ഇല്ല എന്ന് പറയുന്നില്ല, മാപ്പെല്ലാം പറഞ്ഞു. അല്ല, ഇത് തമാശ രീതിയിൽ പലരും, ഞാൻ കമൻസ് വായിച്ചു, ഞാൻ ഒരു യൂട്യൂബിലൂടെ കടന്നു പോകുമ്പോൾ പലരും ഇതൊക്കെ തമാശ രീതിയിലല്ലേ പറയുന്നത്, എനിക്ക് വല്ല ഇത്ര കാര്യമുണ്ടോ എടുക്കാനൊക്കെ ആയിട്ടൊന്ന് ചോദിച്ചു. അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടു. ആ റീലിൽ ഇപ്രകാരമാണ്. അതായത് ഒരു ചെക്കൻ ഒരു പെണ്ണിനെ കിടന്ന് ഭയങ്കരമായിട്ട് കളിയാക്കി അവസാനം ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എന്നിട്ട് ഈ പെണ്ണ് വന്നിട്ട് സ്വന്തം അമ്മാമ്മയുടെ അടുത്ത് പറയും, എൻ്റെ പെൺ കളിയാക്കുന്നുണ്ട്, ബോഡി ഷേമിങ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അമ്മാമ്മ ഒരു സൂചി എടുത്തിട്ട് ഈ പറഞ്ഞവനെ ഒന്ന് കുത്തും. ആ കുത്തുമ്പോൾ അവൻ പറയും, തന്നെ എന്നെ കുത്താൻ എനിക്ക് വേദന എടുക്കുന്നില്ലേ? ഇതുപോലെ തന്നെയാണ് നീ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ എന്നുള്ളൊരു ചെറിയൊരു ഗുണപാഠം കൊടുക്കുന്ന ബ്യൂട്ടിഫുൾ റീൽസ്. അതുതന്നെ ഇവിടെ നടക്കുന്നത്. നമുക്ക് ജോക്ക് എന്ന് പറഞ്ഞ രണ്ട് തരമുണ്ട്. അതായത് ആലോചിച്ച് പിടിച്ചു വന്ന് സംസാരിക്കുന്ന ജോക്ക്. ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രൊഫസേഴ്സ് ജോക്ക് പറയേണ്ട സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവർ ജോക്ക് പറയും, തമാശ പറയും. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതൊരു നെഗറ്റീവായ രീതിയിലാണ് നമ്മൾ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം പറയുമ്പോൾ, മറ്റൊരു വ്യക്തി പറയുമ്പോൾ നമ്മൾ പതുക്കെ ചിരിക്കും. കാരണം അതെൻ്റെ ഉള്ളിലെ ഒരു തെറ്റായ അറിവാണ്. ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ്. ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ കരിപ്പെട്ടി എന്ന് വിളിക്കാനായിട്ട് പാടില്ല, അല്ലേ? ദെൻ ഇറ്റ്സ് ജാതി എന്നല്ല, സോറി, വർണ്ണത്തിൻ്റെ വിവേചനത്തിലേക്കും കുറേ ആൾക്കാർ യൂട്യൂബേഴ്സൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടു. ചിലപ്പോൾ ശരിയായിരിക്കാം, അല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ തമാശയ്ക്കും പറയുമ്പോൾ ഒന്ന് ആലോചിച്ചുകൊണ്ടൊക്കെയും തമാശ പറയുക. ആ ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞതാണ്, അല്ല എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഒരാളിനെ ഹെർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞതല്ല. പക്ഷേ പലരും ഇതെല്ലാം വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ നിരൂപകർ ഇതിനൊക്കെയും നിരീക്ഷണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ ഇത്രയും ഫേമസ് ആയ ഒരു വ്യക്തി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്രമാത്രം ഫേമസ് ആവുന്നോ അത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ച് സംസാരിക്കുവാനായിട്ട് പരിശ്രമിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലെ ആൾക്കാർ നമ്മൾ എന്ത് സംസാരിച്ചു എന്നതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങും. അതിൻ്റെ ഉള്ള അപാകതകൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം, അതെല്ലാം അവരെ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഫെയിമിന്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു പോയ വാക്കുകൾക്ക് ഒരു അർത്ഥം അല്ലെങ്കിൽ ഒരു ഷെയിമായിട്ട് നമുക്ക് തന്നെ തോന്നും. അല്ല, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പഴഞ്ചൊല്ലുണ്ട്, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കലും തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കെന്താ, സോറി പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും സംഭവിക്കില്ല. അത് നമ്മളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി സോറി പറയുന്നുള്ളൂ. അപ്പോൾ ബി കെയർഫുൾ, അത്ര പറയാനുള്ളൂ. ബി കെയർഫുൾ വിത്ത് യുവർ ജോക്സ് ആൻഡ് ബി കെയർഫുൾ വിത്ത് യുവർ വേർഡ്സസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.